ടെൻത്തിന്റെ എക്സാം ഒക്കെ കഴിഞ്ഞു, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ നമ്മുടെ കയ്യിൽ കിട്ടി. ആൻഡ് വി ആർ ഷുവർ ദാറ്റ് നമ്മുടെ മാരത്തൺ ആൻഡ് നമ്മുടെ ക്യാപ്സ്യൂൾ നോട്ട്സ് ഒക്കെ പഠിച്ചു വെച്ച കുട്ടികൾക്ക് ഉറപ്പായിട്ടും ഔട്ട് ഓഫ് 80 തന്നെ കിട്ടാനാണ് ചാൻസ് കൂടുതൽ, ഫോർ ഷുവർ അല്ലെ? എന്താണ് ചുമ്മാ പറയാണോ മിസ്? അല്ല, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കാം. തെളിവ് സഹിതം നമ്മളിപ്പോ ഇവിടെ നിരത്തുകയാണ് ഗൈസ്. എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് എത്ര ചോദ്യങ്ങൾ വന്നു? നമുക്ക് 6 ചാപ്റ്റേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. 6 ചാപ്റ്ററുകളിൽ നിന്ന് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആർക്കും വിഷമിക്കാനില്ല, ഇനി ആ ചാപ്റ്റർ പഠിച്ചിട്ട് അതൊന്ന് പോയല്ലോ എന്നുള്ള വിഷയമൊന്നുമില്ല. 6 ചാപ്റ്ററും നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ് എ പാസേജ് ക്വസ്റ്റ്യൻ. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ഒരു പാസേജ് ക്വസ്റ്റ്യൻ ആയിരുന്നു. 5 മാർക്കിന്റെ ചോദ്യമായിരുന്നു അല്ലെ? ദാറ്റ് വാസ് ഫ്രം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനൈൻ ട്രീ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. നമ്മുടെ മാരത്തണിൽ നമ്മൾ ഉറപ്പിച്ചു പറഞ്ഞായിരുന്നു ഈ വർഷം ഉറപ്പായിട്ട് ഈ പാസേജിൽ നിന്ന് തന്നെ ചോദിക്കുമായിരിക്കും. അങ്ങനെ ഒരു 5 ചോദ്യങ്ങൾ ചോദിച്ചു. ലാസ്റ്റത്തെ നിങ്ങൾക്ക് ഒരു ചെറിയ സംശയം കാണും. ദാറ്റ് വാസ് ദി ആൻസർ ഹാർഡി എന്നുള്ളതാണ് അതിന്റെ ആൻസർ വരാൻ ചാൻസ്. ഓക്കെ, ആൻഡ് ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, അതിന്റെ 6 തൊട്ട് 10 വരെയുള്ള ചോദ്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ ബ്ലോൺ ഇൻ ദ വിൻഡ് എന്നുള്ള പോയം കോംപ്രിഹെൻഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? പോം കോംപ്രിഹെൻഷൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് സ്കൈ എന്ന് പറഞ്ഞാൽ? അൺലിമിറ്റഡ് ഫ്രീഡം. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത അതേ ചോദ്യങ്ങൾ അങ്ങനെ തന്നെ ഇവിടെ വന്നിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ ദാറ്റ് ഈസ് അപ്രീസിയേഷൻ. ഉറപ്പായിട്ടും ലൈൻ സർട്ടൻ ഏർലി സ്പ്രിംഗ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 3 വർഷങ്ങളിൽ വന്നതായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ നമ്മൾ സ്കോർ ചെയ്തു എത്ര? 5 മാർക്ക്. ടോട്ടൽ 15 മാർക്ക് ഇപ്പൊ കയ്യിൽ കിട്ടിയില്ലടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദിസ് ഇസ് എ ഫോറിൻ പാസേജ്. നമുക്കൊന്നും ചെയ്യാനില്ല, എക്സാം ഹാളിൽ ചെല്ലുന്നു, വായിക്കുന്നു, ആൻസർ ചെയ്യുന്നു. സിമ്പിൾ. ആൻസറും ക്വസ്റ്റ്യനും അതിന്റെ ഉള്ളിൽ തന്നെയുണ്ട്. ഫോറിൻ പാസേജ് ഇസ് എ വെരി മസ്റ്റ് ക്വസ്റ്റ്യൻ ഫോർ എ 10th സ്റ്റുഡന്റ്. അപ്പൊ എന്താണ് അത് ഉറപ്പായിട്ടും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു, വന്നു. ഓക്കെ, ആൻഡ് അടുത്ത ക്വസ്റ്റ്യൻ എനി വൺ ഓഫ് ദ ഫോളോയിങ്. ഇതിനകത്ത് റൈറ്റപ്പും നമ്മൾ പറഞ്ഞതാണ്, റിവ്യൂവും പറഞ്ഞതാണ്. മജീദ് ചാപ്റ്ററിന് റിവ്യൂ ഉണ്ടാവാം എന്ന് പറഞ്ഞിരുന്നു. ഫോർ ഡെഫിനറ്റ്ലി അത് ഉണ്ടാവാം. മറ്റേതും കോൺട്രാസ്റ്റ്. എന്താണ്? ക്യാപ്സ്യൂൾ നോട്ട് വെച്ച് പഠിച്ച കുട്ടിക്ക് ഇത് സിമ്പിൾ ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. 2 ക്വസ്റ്റ്യനും ക്യാപ്സ്യൂൾ നോട്ടിലും ഉണ്ട്. ഒപ്പം നമ്മൾ പറഞ്ഞിരുന്നതാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ തന്നെ യു വിൽ ബി ഗെറ്റിംഗ് 7 മാർക്സ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 19 to 21 എത്ര ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം? 2 ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്താൽ മതി. വി ഹാവ് എത്ര ക്വസ്റ്റ്യൻ ഉണ്ട്? അതിനകത്ത് 3 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചേക്കുന്നത്? നോട്ടീസ് എഴുതാനാണ്. രണ്ടാമത്തെ ഡയറി എൻട്രി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഫോർമേഷൻ ആണ്. മൂന്നിന്റെയും ഫോർമാറ്റ് നമ്മൾ പഠിച്ചതാണ്. ക്വസ്റ്റ്യൻ പ്രൊജക്ട് ടൈഗറിൽ നിന്ന് വരും എന്ന് പറഞ്ഞു, അതിനകത്തും തന്നെ വന്നിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഡയറി എൻട്രി നമ്മൾ അലിയുടെ ആയിരുന്നു വരും എന്ന് പറഞ്ഞ പേരൊന്ന് മാറി സഹറ എന്ന് മാറ്റിയതേ ഉള്ളൂ. രണ്ടിന്റെ ഫോർമാറ്റ്സ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 22 to 25 എന്ന് പറയുന്നത് അതിനകത്ത് ഏതെങ്കിലും 2 എണ്ണം എഴുതുക. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ചോദ്യം നോക്കിക്കാൻ നറേറ്റീവ് ആയിരുന്നു. രണ്ടാമത്തേത് എന്താണ് ചോദിച്ചേക്കുന്നത്? നറേറ്റീവ് അഡ്വഞ്ചേഴ്സിന്റെ ബനൈൻ വരുള്ളൂ അല്ലെ? നോർമലി 3 വർഷങ്ങളിലോ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നറേറ്റീവ് അതിനകത്ത് ചോദിക്കുള്ളൂ. ക്യാരക്ടർ സ്കെച്ച് ഓഫ് തൊറാട്ട് ഇമ്പോർട്ടന്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നോടാ? പറഞ്ഞായിരുന്നു, അത് അങ്ങനെ തന്നെ വന്നിട്ടുണ്ട്. അടുത്ത എന്താണ്? ലൈക്ലി ലെറ്റർ സബ് ഇൻസ്പെക്ടറിന് നമ്മുടെ കള്ളം കയറിയ കേസിൽ ഒരു ലെറ്റർ എഴുതുവാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. അത് സ്ക്യൂറൽസിനെ അല്ലെ, വൈറ്റ് സ്ക്യൂറൽസിനെ ബേസ് ചെയ്തിട്ടുള്ള ന്യൂസ് പേപ്പർ റിപ്പോർട്ട്. ഇതിന്റെ എല്ലാ ഫോർമാറ്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തതാണ്. പ്രൊഫൈൽ സിമ്പിൾ ക്വസ്റ്റ്യൻ എന്താണ്? ഹിൻസ് ഉപയോഗിക്കുക, ഒരു പ്രൊഫൈൽ എഴുതുക. കൊളിയർ എഡിഷന്റെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഡേറ്റ അനാലിസിസ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനകത്തുനിന്ന് ഇതേപോലെ ആ ടേബിളിനെ ഒന്ന് ലുക്ക് ഔട്ട് ചെയ്യുക. അതിനകത്തുനിന്ന് സിമ്പിൾ ആയിട്ട് ഉത്തരങ്ങൾ എടുത്ത് എഴുതിയാൽ മാത്രം മതി. ദി ആൻസർ ആൻഡ് ദ ക്വസ്റ്റ്യൻ ഇറ്റ്സെൽഫ് ഇസ് ഇൻ ദി ടേബിൾ. ഓക്കെ, ആ ക്വസ്റ്റ്യനകത്ത് തന്നെ ആൻസർ ഉള്ള ചോദ്യമാണ്. അതും സിമ്പിൾ ആയിരുന്നു. ഇനി ഗ്രാമർ പോർഷൻ. ഇതിനകത്ത് നിങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഫസ്റ്റ് വൺ ഫ്രേസൽ വെർബ് ഫിൽ ചെയ്യാനുള്ളതായിരുന്നു. അതിനകത്ത് ആൻസേഴ്സ് എങ്ങനെയാ വരിക? ടേൺഡ് അപ്പ് എന്നുള്ളതാണ് എ വരിക, ഗോ ഡൗൺ എന്നുള്ളതാണ് ഏത് വരിക? ബി വരിക, ആൻഡ് ഡൗൺ ഓൺ എന്നുള്ളതാണ് ഏത് വരിക? സി വരിക, ആൻഡ് ടേക്കൺ എ ബാക്ക് എന്നുള്ളതാണ് എന്തിൽ വരാം? സോറി, ബി എന്ന് പറയുന്നത് സെറ്റ് ഔട്ട് എന്നുള്ളതാണ് കേട്ടോ. ജസ്റ്റ് മിസ്റ്റേക്ക്. ഗോ ഡൗൺ എന്നുള്ളതല്ല, സെറ്റ് ഔട്ട് എന്നുള്ളതാണ് കേട്ടോ ബി വരുന്നത്. ഓക്കെ, ഇതിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ടേൺഡ് അപ്പ് എ എന്ന് പറയുന്നത്, അതുപോലെ ബി എന്ന് പറയുന്നത് സെറ്റ് ഔട്ട് ആണ്, സി എന്ന് പറയുന്നത് ഡൗൺ ഓൺ ആണ്, ആൻഡ് ഡി എന്ന് പറയുന്നത് ടേക്കൺ എ ബാക്ക് ആണ്. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ 4 എണ്ണം ഇങ്ങനെയാണ് ഉത്തരം വരിക. ഇതിനകത്തെന്ന് പറയുന്നത് എറേഴ്സ് കറക്റ്റ് ചെയ്യാനാണ്. ചിലപ്പം വെർബിന്റെ, അതായത് റോട്ട് എന്നുള്ളത് റിട്ടൺ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട് വരിക. അതുപോലെ സ്പെല്ലിംഗ് മിസ്റ്റേക്കും ഇതിനകത്ത് അഡ്രസ് ചെയ്യുന്നുണ്ട്. അതൊന്ന് ജസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അതിന്റെ 4 മാർക്സും മുകളിലത്തെ 4 മാർക്സും നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആദ്യത്തെ സെന്റൻസ്, റിഡ്യൂസ് ചെയ്ത സ്നേക് ദ നെക്സ്റ്റ് ഡേ. ആര് തമ്മിലുള്ള കോൺവെർസേഷൻ ആണ്? ഫ്രണ്ടും ഹോമിയോപാത്തും തമ്മിലുള്ള കോൺവെർസേഷൻ. അതിനെ ജസ്റ്റ് നമ്മൾ റിപ്പോർട്ട് ചെയ്താൽ മതി. എങ്ങനെ മാറ്റിവിടാതെ? ഇഫ് ഹി ഹാഡ് സീൻ ദ സ്നേക് ദ നെക്സ്റ്റ് ഡേ എന്ന് മാറും. രണ്ടാമത്തേത് എന്ത് പറയുന്നു? ഹി ഹാഡ് നെവർ സീൻ ഇറ്റ് again എന്ന് പറയുന്നു. സിമ്പിൾ. എത്ര മാർക്ക്? 2 മാർക്ക് അവിടെ കിട്ടി. അടുത്തത് കോൺവെർസേഷൻ കംപ്ലീഷൻ ആണ്. നോക്കിക്കേ, ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ആണ്. സോ ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ. അപ്പൊ നേരെ ആൻസറിലേക്ക് പോവാ. നോ ഐ ഡോണ്ട്. സോ ഇറ്റ് ഇസ് എ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. വുഡ് യു മൈൻഡ് ലെൻഡിങ് എ ടൈഗർ? അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു ടൈഗറിനെ തരാൻ വിരോധം ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അടുത്ത ഇല്ലെന്ന് പറയുന്നു. അതിനുശേഷം എന്താണ്? യു ഹാഡ് ബെറ്റർ. എന്താണ്? അതിന് വേണ്ടുന്ന നെസസറി പ്രിക്വേഷണറി മെഷേഴ്സ് ഒക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും എന്ന് വേണമെങ്കിലും പറയാം. അല്ലെങ്കിൽ ഞങ്ങളെ അക്കമ്പനി ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് വേണമെങ്കിലും പറയാം. യു ഹാഡ് ബെറ്റർ എന്താണ്? ടേക്ക് ദ നെസസറി പ്രിക്വേഷൻസ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? സിയിൽ
വരുമ്പോഴത്തേക്ക് എന്ത് വരും? അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് തന്നെയാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ആണെന്ന് മനസ്സിലായി. അപ്പൊ ആൻസർ നോക്കാം. എന്താണ്? മിസ്റ്റർ തൊറാട്ട് ഈസ് യുവർ ടൈഗർ ട്രെയിനർ എന്നുള്ളതല്ലേ ആൻസർ. അപ്പൊ എന്താണ് നിങ്ങളുടെ ടൈഗർ ട്രെയിനർ ആരാ? ഇതല്ലേ ചോദ്യം വരുന്നത്. ഹൂ ഈസ് യുവർ ടൈഗർ ട്രെയിനർ, അല്ലെങ്കിൽ ടൈഗർ ട്രെയിനർ ആരാണ്? ഇത്രയും അവിടെ വന്നാൽ മതി. ആ കോൺസെപ്റ്റിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ അവിടെ പ്രസന്റ് ചെയ്യാം. ഇനി ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു കോമയും കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് പറയാ? ഒരു കോമ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടാൽ ദാറ്റ് ഈസ് എ ക്വസ്റ്റ്യൻ. ഐ ഹോപ്പ് ഹി വിൽ അസിസ്റ്റ് മീ. വില്ല് വന്നു കഴിഞ്ഞാൽ അതിന്റെ എന്ത് വരും? വോണ്ട് വരും. വോണ്ട് ഹി എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. അതോടുകൂടി അവിടെ കഴിഞ്ഞു. അപ്പൊ കോൺവെർസേഷൻ കംപ്ലീഷൻ ഓൾസോ കംപ്ലീറ്റഡ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരുവാണെങ്കിൽ പ്രപ്പോസിഷൻസ് അല്ലെങ്കിൽ ഇതേപോലെയുള്ള വേർഡ്സ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യാനുള്ള ചോദ്യമാണ്. വെരി സിമ്പിൾ. പേഴ്സൺ ആണെങ്കിൽ ഹൂ വരുന്നു, പ്ലേസ് ആണെങ്കിൽ ലെറ്റ് വരുന്നു, ദാറ്റ് ആണെങ്കിൽ അങ്ങനെ. അതിനനുസരിച്ചിട്ട് അതിനെ നമ്മൾ വൃത്തിയായിട്ട് അങ്ങോട്ട് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അതും 4 മാർക്കിന്റെ ചോദ്യമാണ്. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ഫോർ എ 10th ഗ്രേഡ് സ്റ്റുഡന്റ്. ആൻഡ് 37th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ പറഞ്ഞത് തന്നെയാണ്. എന്ത്? നൗൺ ഫ്രേസും വെർബ് ഫ്രേസും വരുന്നതാണ്. നൗൺ ഫ്രേസ് എന്ന് പറയുന്നത് എന്താണ്? നൗണിന്റെ പൊസിഷനിൽ അല്ലെങ്കിൽ സബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരുന്നതാണ്. ദ ചിയർഫുൾ ആൻഡ് ഗ്രീഡി റോസി പാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇതിനകത്ത് നൗൺ ഫ്രേസ് ആണ്. അതിനുശേഷം വരുന്ന ബാക്കി സെന്റൻസ് അപ്പൊ സിമ്പിൾ ആയിട്ട് എന്താണ്? വെർബ് ഫ്രേസ് ആണ്. അടുത്തതിൽ ദ മാഗ്നിഫിക്കന്റ് ഓൾഡ് ബെനൈൻ ട്രീ എന്ന് പറയുന്നത് നൗൺ ഫ്രേസ് ആണ്. അതിനുശേഷം വരുന്ന സെന്റൻസ് എന്താണ്? വെർബ് ഫ്രേസ് ആണ്. സിമ്പിൾ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. 80 മാർക്സിൽ 18 തന്നെ നമുക്ക് സ്കോർ ചെയ്യാൻ നമ്മുടെ മാരത്തൺ പ്ലസ് ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ഇനി ആർക്കും വിഷമമൊന്നും വേണ്ട. റിസൾട്ട് വരുമ്പോൾ നമ്മൾ അടിച്ചിരിക്കൂടെ 80. അപ്പൊ ഇനി അടുത്ത മാരത്തൺ ക്ലാസ്സസ് നിങ്ങൾ മിസ് ചെയ്യരുത്. അപ്പൊ ഇത് തെളിവ് സഹിതം പ്രസന്റ് ചെയ്ത് എന്തിനാ? ഇനിയുള്ള മാരത്തൺ ക്ലാസ് നിങ്ങൾ ഉറപ്പായിട്ട് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എല്ലാ ക്ലാസ്സുകളും വരാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നമ്മുടെ സൂപ്പർ 60 ബാച്ചിലുള്ളത് എല്ലാം നിങ്ങൾ ഉറപ്പായിട്ടും ഉറപ്പിച്ചോളൂ. ആ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. So that's all for today. Thank you so much. Stay tuned with 90+. Good night. Tata.